ഹലോ ഹായ് നമസ്കാരം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി, ഇടയ്ക്കിങ്ങനെ ചെയ്യലുള്ളൂ. ഒന്നാമത് നമ്മൾ ലോക്കൽ ഓട്ടമാണ് പോകേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തേങ്ങ കയറ്റി ടിപ്റ്റൂരിൽ വന്നതാണ്. ടിപ്റ്റൂരിൽ തേങ്ങ ഇറക്കി നമ്മളിപ്പോൾ ഭദ്രാവതിയിലാണുള്ളത് കേട്ടോ. നമ്മൾ ഭദ്രാവതിയാണുള്ളത്. ഇവിടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭദ്രാവതിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് തൃശ്ശൂർക്ക്. ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉള്ളത് കാക്കയാണ്, നമ്മുടെ ഷുക്കൂർ കാക്കയാണ്, ഓഫീസല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് സൈഡാക്കി കുറച്ച് മീൻ വാങ്ങി വെച്ചാൽ നമുക്ക് കമ്പനി പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ഉച്ചയ്ക്ക് രാത്രി കഴിക്കാം. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. കമ്പനിക്ക് പോവുകയാണ്, പോയ വഴിയാണ്. നമുക്ക് തൃശ്ശൂർക്കാണ് ലോഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ടണ്ണിന് 2100 രൂപ വാടകയ്ക്കാണ് നമുക്ക് ലോഡ് ആയിട്ടുള്ളത്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് കമ്പനി, ഭദ്രാവതി അടുത്ത് തന്നെയാണ്, ടൗണിൽ തന്നെയാണ് കമ്പനി ഉള്ളത്. അപ്പോൾ നമ്മൾ മില്ലിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു വണ്ടി നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കണം. ഇവിടെയൊക്കെ നിറയെ ചളിയാണ്. അതിൽ റിവേഴ്സ് ഇട്ട് അതിൽ നിന്നാലേ രസമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മില്ല്. അപ്പോൾ ഇനി ഒരു വണ്ടി നെല്ല് കയറ്റിക്കൊണ്ടിരിക്കേണ്ടത് കഴിഞ്ഞിട്ട് കയറ്റാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മീൻകറി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വിശക്കുമ്പോഴെടുത്ത് കഴിച്ചാൽ മതി. ആ പണികളൊക്കെ തീർത്ത് വെച്ചാൽ. അപ്പോൾ നമ്മളെ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നെല്ല് കയറ്റി വണ്ടി പോയി, നമ്മൾ വണ്ടി വെച്ചെടുത്ത് ഒരു അട്ടിയായി. ബിരിയാണി അരിയാണ് ബർക്കത്തിൻ്റെ. ശുക്രാക്ക ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ച് നിർത്തിയതായിരുന്നു ഇവിടെ. ബില്ലിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ യാത്ര നേരെ തുടരാം. നമുക്ക് നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോകണം. നമ്മൾ കമ്മീഷനൊന്നും കൊടുത്തിട്ടില്ല, രാവിലെ പോകുന്നതാണ്. ഓഫീസിൽ ആൾ വരുന്നതിന് മുമ്പ് പോകുന്നതാണ്. അപ്പോൾ ഇനി നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അവർ കമ്മീഷനെ കൊടുത്തുകൊണ്ട് നേരെ കൂട്ടാം. ചളിയാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ജോസ് കുട്ടി ട്രാൻസ്പോർട്ടിൽ. ഇവിടെ ആളില്ല കേട്ടോ. ആളിപ്പോൾ വരാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല മഴക്കാറുണ്ട് ബാക്കിൽ. വണ്ടികൾ കുറവാണ്. ഫുള്ള് ചളിയാണ്. അതാണ് നല്ല മഴ പെയ്താൽ പിന്നെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അത്രയും ചളിയാണ്. അപ്പോൾ വന്നാൽ കമ്മീഷൻ കൊടുത്താൽ നമുക്ക് പോകാം. വണ്ടി ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ അപ്പോൾ ചങ്ങനെ വരാം. നമ്മളെ യാത്ര നമ്മൾ ശ്രീരംഗപട്ടണം അടുത്തെത്തിയിട്ടുണ്ട്. പാണ്ഡപുര കഴിഞ്ഞ് നിർത്തിയതാണ്. ഭക്ഷണമൊക്കെ നിർത്തിയത്. നേരെ അവിടുന്ന് ഓഫീസിൽ നിന്ന് ബില്ലെടുത്ത് പോകും. ഇവിടെ വന്നിട്ടാണ് നിൽക്കണത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 1-2 ചായ കുടിച്ചു. ഇനി ചോറ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ കയറാനുള്ള വരിയിലാണ്. നമ്മൾ രാത്രി 1 മണിക്കാണ് ഇവിടെ എത്തിയത് കേട്ടോ.
എല്ലാം കൂടി വെട്ടി വെച്ചിട്ട് ജാതി കൊണ്ട് ഓലക്കൊണ്ട് റോഡ് ബ്ലോക്ക് ആവും. ഇവിടെ ആരും കുറ്റം പറിച്ച് വരുന്ന വേറെ പണിയിലാണ് നമ്മളെ മാതിരി ഈ പട്ടിണി പ്രാരം എത്ര പണിയെടുത്താലും ഉണ്ടാകാത്ത മാതിരി ആവില്ലേ. കിട്ടില്ല. പിന്നെ ജീവിതം അടിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളും മക്കളുടെ കുട്ടികളാണ് 4-5 കൊല്ലയ്ക്കണം ഒരു കാർ എടുത്തിട്ട് വയനാടാണ് വിചാരിച്ചിട്ട് ഇന്നേ വരെ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഭദ്രാവതിയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ലോഡായിട്ട് നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇടത്തിരുത്തി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ പുലർച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ യൂണിയൻകാർ വന്ന് നമ്മൾ കയറൊക്കെ ഇങ്ങനെ കഴിച്ച് പായി കഴിച്ചിട്ടില്ല. കാലാവസ്ഥ ഏത് നിമിഷം മാറും. അപ്പോൾ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ കരീത പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കട തുറന്നിട്ടില്ല. കട തുറന്നിട്ട് പായി കഴിച്ച് കൊടുക്കാം. അപ്പോൾ ഷോപ്പ് തുറക്കുന്നുണ്ട്. നമ്മളെ ഏട്ടന്മാർ ലോട്ടറി എടുക്കുന്നുണ്ട്. അപ്പോൾ ലോഡ് എടുക്കണം. കാലാവസ്ഥ ഒക്കെ മാറും. കാലാവസ്ഥ ഇങ്ങോട്ടുള്ള തെളിച്ചാൽ അങ്ങോട്ടല്ല. അങ്ങോട്ടൊക്കെ മോഡൽ തുടങ്ങിയിരുന്നു. പോയൊക്കെ അവിടെ നിന്നോട്ടെ. തീരുമ്പോൾ പോയി മടക്കി വെക്കാം. കുറേശ്ശെ മാറ്റി കയറ്റി പോകാനാണ് തോന്നുന്നുണ്ട് പരിപാടി. അപ്പോൾ ഞങ്ങൾ നമ്മൾ ലോഡൊക്കെ ഇറക്കിയിട്ട് ഇതിപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ലോഡ് ഇറക്കാൻ കുറച്ച് വൈകി. അങ്ങനെ നമ്മൾ സാധാരണ വരുന്ന പെരുമ്പാവൂർ ഗ്ലോബൽ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. കുറേ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മളെ വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. വണ്ടിയൊന്നും കാണില്ല. അതാ ഈ ബെൻസിൻ്റെ ബാക്കിലാണ് നമ്മളെ വണ്ടി ഉള്ളത്. എന്തെങ്കിലും ലോഡ് നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്. അടുത്തൊരു വീഡിയോ അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.